എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് അകന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ ആ ഒരു വ്യക്തി നിലവിലുള്ള ആ ഒരു ബന്ധത്തിൽ ഹാപ്പിയാണോ അല്ലെങ്കിൽ അവർ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല അല്ലെങ്കിൽ വാലിഡ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകരും. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് കാണാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോസ് കാണുന്ന സമയം നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് അല്ലെങ്കിൽ റെസൊണേറ്റ് ആവുന്നതാണ്. അതുപോലെ ഇതൊരു ഇൻഡെപ്ത് റീഡിംഗ് അല്ല, ഇതൊരു പ്രത്യേക ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവാത്തത്. ഇൻഡെപ്ത് റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഒരു വ്യക്തിഗത റീഡിങ്ങുകളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. നിങ്ങൾ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ വ്യക്തി നിലവിലത്തെ ആ ഒരു ബന്ധത്തിൽ ഹാപ്പിയാണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാർഡുകളൊക്കെ ഒന്ന് ഷഫിൾ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് ദുഃഖിച്ചിരിക്കുകയായിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് അല്ലേ. ഇതായിട്ട് നമ്മളത് എൻ്റെ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻകൂട്ടിയുള്ള കാർഡുകളൊക്കെ എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. പലരും പറയാറുണ്ട് മുൻകൂട്ടി എടുത്ത് കാർഡുകൾ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്, കാർഡുകൾ കാണുന്നില്ല. പക്ഷേ ഒന്ന് ഓർക്കുക, മുൻകൂട്ടി വെച്ച് എനിക്ക് നല്ല രീതിയിൽ റീച്ചും കിട്ടും, എനിക്ക് നല്ല വീഡിയോസിന് വ്യൂസും ഒക്കെ കിട്ടും, അങ്ങനെ കൂട്ടാനൊക്കെ എനിക്ക് അറിയാം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ലൈവായിട്ട് കാർഡുകൾ കാണിച്ച് ഞാൻ എൻ്റെ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ വിശ്വാസമാകും ഷഫിൾ ചെയ്യുന്ന ആ ഒരിത്. അപ്പം നിങ്ങളെ കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതിൽ വിശ്വാസമാകും എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവർ ആ ഒരു ബന്ധത്തിൽ ഹാപ്പിയാണോ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്നാണ്. നമുക്ക് റീഡിംഗ് നിരത്തി വെച്ച് പല റീഡർമാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊരുപാട് വ്യൂസും വരുന്നുണ്ട്. എൻ്റെ വീഡിയോസിന് വ്യൂസ് കുറവായിരിക്കും. അവർക്ക് ചിലപ്പോൾ 25K 30K ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് 3K ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അത് കാണാനാണ് കുറച്ചും കൂടി ആളുകൾക്ക് താല്പര്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും റെസൊണേറ്റ് ആവില്ല. അത് നേരത്തെ മുൻകൂട്ടി എടുത്തു വെച്ചിരിക്കുന്ന കാർഡുകളാണ്. ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. ടാറോട്ട് റീഡിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് സത്യവും. മുൻകൂട്ടി എനർജി കാർഡുകൾ എടുത്തു വെച്ച് ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വ്യൂസിൻ്റെ അല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ആ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നത്, അവരവിടെ ഹാപ്പിയാണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളെ കാണുന്ന ഓരോരുത്തരുടെയും ഒരു എനർജിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ വന്നിരിക്കുന്നത്. കുറച്ച് കാർഡുകൾ എടുക്കാം. ആ ഒരു ബന്ധത്തിൻ്റെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ നിങ്ങളുടെ വ്യക്തി, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആ ഒരു ബന്ധത്തിൽ കുഴങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു ഇവർ. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ വില കുറച്ച് കണ്ടിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി. ആ ഒരു ബന്ധത്തിന് ഒരുപാട് മഹിമയുണ്ട് എന്നവർ കരുതി. അതായത് അവരാണ് തേർഡ് പാർട്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറാണ് എന്നൊക്കെയാണ് അവർ കരുതിയത്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. അവിടെ അവർക്കൊരു നിരാശയായിരുന്നു, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇപ്പോൾ ആ ഒരു ബന്ധത്തിൽ. തീർച്ചയായിട്ടും അവരോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചതിപ്രയോഗത്തിലൂടെ, ഒരു വഞ്ചനയിലൂടെയാണ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഈ ഒരു തേർഡ് പാർട്ടി അകറ്റിയത്. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിന് അവർക്ക് കാലം അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ കണക്ക് ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്.
അവർ തമ്മിൽ ഒരു പൊരുത്തമില്ല, അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവും. ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അവർ തമ്മിലൊരു മാനസികമായിട്ടൊരു അടുപ്പമില്ല. പകരം എന്താണ്, ഒരു വലിയ രീതിയിലുള്ള ഒരു അകൽച്ച, ഒരു ഇമോഷണൽ സെപ്പറേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം കുറേ പേരുടെ കാര്യത്തിൽ ഏതാണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു ബന്ധം ഏതാണ്ട് എന്താണ് അവസാന ഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഏതാണ്ട് അവസാനിക്കാറായി. പക്ഷേ 6 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു കാർമിക് കണക്ഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇവരുടെ ബന്ധം, അതായത് നിങ്ങളുടെ ലൈഫിൽ എഴുതി വെച്ചതുപോലെയാണ്, പലരുടെയും ജീവിതത്തിൽ എഴുതി വെച്ചതുപോലെയാണ്. അതായത് നമ്മുടെ ജാതകം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, അതായത് നമുക്കറിയാം തലേവര എന്നൊക്കെ പറയും, അതുപോലെ തന്നെ ഇവിടെയാണ് തലേവര പോലെ തന്നെയാണ് ഈ ഒരു കാർമിക് സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അകലണമെന്ന് തീർച്ചയായിട്ടും ഡിവൈനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറേ പേരുടെ കാര്യത്തിൽ. ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സഹായത്താൽ ഇവർ തീർച്ചയായിട്ടും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അധികം നാൾ ഇതിൻ്റെയൊന്നും ബലം ഒരു ഫോഴ്സ്, ഈ ഒരു നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക നാളൊന്നും തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരിക്കലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു പേഴ്സണും തമ്മിൽ, ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പൂർണ്ണമായ ഒരു അകൽച്ചയിലാണ്, ഒരു സെപ്പറേഷനാണ്. അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകളില്ല, ഒരു ഗീവ് ആൻഡ് ടേക്ക് ഇല്ല. കണ്ടോ, ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവർ ആ ഒരു ബന്ധത്തിൽ നിന്ന് അകലുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. കാര്യം ഞാനിപ്പോൾ ലൈവായിട്ട് എടുത്തതാണ്. അപ്പം നമ്മുടേതിന് വ്യൂസ് ഇല്ലാത്തതിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. കാര്യം പക്ഷേ നിരത്തി വെച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് വ്യൂസും വരുന്നുണ്ട്. എനിക്കത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നേരത്തെ എടുത്ത് ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ എനർജി മനസ്സിലാക്കും. ഒരുപാട് പേരെൻ്റെ റീഡിങ്ങിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടേതിൽ വ്യൂസ് കുറയുന്നതും എനിക്ക് ചിന്തിക്കാറുണ്ട്. കാര്യം നമ്മളൊരു കാര്യം സത്യസന്ധമായിട്ട് ചെയ്തിട്ട് പോലും വ്യൂസ് ഇല്ലാത്തൊരവസ്ഥ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതെൻ്റെ റീഡിങ് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടിയുള്ളൊരു റീഡിംഗ് ആയിട്ട് ഇതിനെ എടുക്കാം. തീർച്ചയായിട്ടും അതായത് ഇനിയും ഇനി ഒരുപാട് പേര് കാണാനായിട്ട് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. കാര്യം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ സഹിച്ച വ്യക്തികളാണ്, ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ച വ്യക്തികളെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. കുടുംബത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണുന്നില്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്നേ മതിയാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ രണ്ടുപേരും, അതായത് ഈ ഒരു സെപ്പറേഷൻ ടൈമിലായിരിക്കും നിങ്ങൾക്കൊരു സെൽഫ് ഗ്രോത്തിന് വേണ്ടി കൂടെയാണ് ഈ ഒരു വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്. കാര്യം നിങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുകയും സെൽഫ് ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സെൽഫ് റിഫ്ലക്ഷൻ മോഡിലേക്ക് കാര്യങ്ങൾ വരും. അതായത് പരസ്പരം രണ്ടുപേർക്കും മനസ്സിലാക്കാനാണ് തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ. അപ്പോൾ ഇത് കാണുന്ന മജോറിറ്റി ഓഫ് ആൾക്കാർ ഇപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ വക്കിലാകും, ഒരു സെപ്പറേഷൻ്റെ വക്കിലൊക്കെ ആകും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു തേർഡ് പാർട്ടി, അതായത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്ത ഒരു തേർഡ് പാർട്ടി അവരുടെ വിചാരിച്ച പോലെയൊന്നും അവർക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊന്നും നേടാനായിട്ട് പറ്റില്ല. കാര്യം ഇതൊരു ടോക്സിക് കണക്ഷനാണ്. ടോക്സിക് കണക്ഷൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക നാളൊന്നും ഈ ഒരു ടോക്സിക് കണക്ഷൻ നിലനിൽക്കില്ല. തുടക്കത്തിൽ ഒരു ആവേശം ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിൽ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. കാര്യം ഇവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് എനിക്ക് കാണുന്നത്. കാര്യം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്ത തേർഡ് പാർട്ടിയാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സെൽഫ് ഡിഫെൻസീവ് മോഡിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു 2 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡും കൂടെ വന്നിട്ടുണ്ട് അടുത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ എല്ലാത്തിനുള്ള ഉത്തരങ്ങളുണ്ടെങ്കിൽ പോലും ഇവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ചിന്തകളെയൊക്കെ മൂടിക്കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും കണ്ണുകൾ മൂടിക്കെട്ടിരിക്കുന്ന ഒരു തീരുമാനം അവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് കണ്ണുകൾ മൂടിക്കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെയാണ് എത്തുക? ഒരിക്കലും എത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായൊരു തകർച്ചയിലേക്കാണ് ഈ ഒരു ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു മാനസിക ഐക്യമില്ല, ഒരു രീതിയിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു ഇതിൽ കാണുന്നില്ല. തീർച്ചയായിട്ടും കാര്യം തുടക്കത്തിലൊക്കെ നല്ലൊരു ഭയങ്കര അട്രാക്ഷനൊക്കെ ആയിരുന്നു ഈ ഒരു ബന്ധത്തിൽ. പക്ഷേ നിലവിൽ അവർ തമ്മിൽ ഭയങ്കര ഒരു മാനസിക വേദന, കാര്യം ഒരു ഹൃദയവേദന അനുഭവിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ഒരു തേർഡ് പേഴ്സണെ കൊണ്ട് ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അവർ ഈ ഒരു നിമിഷം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. കാര്യം അവർക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടുന്നത് സന്തോഷം
ഒന്നും കിട്ടിയിട്ടില്ല. അവർക്ക് വേദനകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പല കള്ളങ്ങളും പറഞ്ഞാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റിയതും അതുപോലെ തന്നെ പേഴ്സണെ കൂടെ കൂട്ടിയതും തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് തന്നെ പേഴ്സൺ ഇപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ ഒരു പങ്കാളിത്തമൊന്നുമില്ല ആ ഒരു ബന്ധത്തിൽ. എന്നും കലഹമാണ് തീർച്ചയായിട്ടും. മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ കാർഡുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു മെൻ്റൽ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മെൻ്റൽ സെപ്പറേഷൻ. ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം വളരെ പെട്ടെന്ന് തന്നെ തകർന്നടിയുന്നതായിട്ടാണ് എനിക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇച്ചിരിയും കൂടെ അതിന് സമയം വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തകർന്നടിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി വളരെ കണ്ണിങ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ അവരെ നേരിടാൻ അവർ പല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ ചോദിക്കുന്നുണ്ട്. അപ്പം അവർ ചെന്ന് പെട്ടത് ഇതുപോലെ ഒരു വ്യക്തിയുടെ അടുത്താണോ എന്നുള്ളൊരു അവരെ ഭയങ്കരമായിട്ട് അവരിപ്പോഴും ഒരുപാട് ഡിപ്രസ്ഡാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിപ്രഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി ആകെ തകർന്നു കേട്ടോ. അവർ ഒരുപാട് പ്രതീക്ഷിച്ച് പോയതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ ഇവർക്ക് സാമ്പത്തികമുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർക്ക് വേറെ റിലേഷൻഷിപ്പുണ്ട്. അവരെന്ന് പറഞ്ഞ ഒരു ടൈം പാസ് പോലെയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. അവരുടെ ഒരു വാശിയായിരുന്നു, നിങ്ങളോടുള്ളൊരു വാശിയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ പുരുഷൻ നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവരൊരു ചതിയാണ് നിങ്ങളോട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ചതിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കാത്തുവെച്ച ശിക്ഷ എന്നൊക്കെ പറയുമല്ലോ. അവർ നിങ്ങളോട് ചെയ്തതിന് ഇപ്പോൾ അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരുപാട് എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ കൊടുത്താൽ പോയ ആ ഒരു ബന്ധത്തിൽ അവർക്കൊരു സുഖവും സമാധാനവും കിട്ടുന്നില്ല. ഞാൻ വീണ്ടും പറയുവാണ്, ലൈവായിട്ടാണ് കാർഡുകൾ എടുത്തത്, നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ റീഡിംഗ് ആണ്. എൻ്റെ റീഡിംഗ് സ്ഥിരമായിട്ട് കാണുന്ന നോ കോൺടാക്റ്റിലുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടല്ലോ നോ കോൺടാക്റ്റ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി മറ്റൊരു വ്യക്തി കാരണം. ഇവിടെ ഒരു വിഷലിപ്ത ബന്ധമായതുകൊണ്ട് തന്നെ, അതായത് ഇവിടെ ഒരു 6 ഓഫ് കപ്സ് വന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാർമിക് കണക്ഷനാണ്. ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ, നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഒരു കാർമിക് എലമെൻറ്റും കൂടെ വരുന്ന ഒരു കണക്ഷനായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടേ തീരൂ. കാര്യം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ, കുറേ കാര്യങ്ങൾ ഈ കാർമിക് പേഴ്സൺസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ലെസൺ പഠിപ്പിക്കാനാണ്, ലൈഫ് ലെസൺ. അപ്പം നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് പാഠം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ലെസൺ പഠിപ്പിക്കാനായിട്ടാണ് അവർ ലൈഫിൽ വന്നത്. ഒരു സോൾ ആയിട്ടുള്ള ഒരു ലെസൺ പഠിപ്പിക്കാനാണ് അവർ അങ്ങനെ വരും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ കാർമിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാർമിക് റിലേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ലെസൺ പഠിപ്പിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് നാളേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല രീതിയിലുള്ള കാർമിക് ബന്ധങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊരു മോശം ബന്ധമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയും ഈ ഒരു നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്സിക് റിലേഷനാണ്, ഒരു വിഷലിപ്ത ബന്ധമാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അറിയാം ഇതൊരു വിഷലിപ്ത ബന്ധമാണ്, തേർഡ് പാർട്ടി ഒരു കൊള്ളരുതാത്ത സ്ത്രീയാണെന്ന് എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ബന്ധത്തിൽ നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് നിൽക്കുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ്. ഇപ്പോൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടിയത് ഉണ്ടാവും. തീർച്ചയായിട്ടും ഷഫിൾ ചെയ്ത് കാർഡ് എടുത്തപ്പോൾ ഒരു കോപ്പറേഷൻ ഇല്ലാത്ത ബന്ധം, വളരെ മാനസിക ആയിട്ടൊരു പൊരുത്തക്കേടുണ്ട് ആ ഒരു ബന്ധത്തിൽ, തേർഡ് പാർട്ടി ബന്ധത്തിൽ. വളരെ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ആ ഒരു ബന്ധം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ എനർജിയാണ് കേട്ടോ കൂട്ടുകാരെ. തീർച്ചയായിട്ടും ഒരു സമാധാനം അവർ അനുഭവിക്കുന്നില്ല ആ ഒരു ബന്ധത്തിൽ. ഒരു ശത്രുതയാണ് തീർച്ചയായിട്ടും. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബന്ധം ഇപ്പോഴൊരു ശത്രുക്കളായി മാറി അവർ. കാര്യം തേർഡ് പാർട്ടിയുടെ എല്ലാ കൊള്ളരുതായ്മയും ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കാര്യം അവർക്ക് ആ ഒരു ബന്ധത്തിൽ വേദനകൾ മാത്രമുണ്ട്. സ്വന്തം വ്യക്തിത്വം മറന്ന് പലതും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. മാനസികമായിട്ട് അവർ ഒരുപാട് തകർച്ചയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് നിങ്ങളുടെ വ്യക്തി. ഇത് വീണ്ടും വീണ്ടും പറയുന്ന അതുപോലെയുള്ള കാർഡുകളുണ്ട്. 10 ഓഫ് സോർഡ് വന്ന് പൂർണ്ണമായി ഒരു ബന്ധം ഒരു തകർന്നടിഞ്ഞൊരു അവസ്ഥയിലേക്ക് ഉടൻ തന്നെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 മന്ത്സിനുള്ളിൽ ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മാനസിക വേദന ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇവിടെ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്ന അവർ ഒരുമിച്ച് താമസിച്ച് ചില ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടിയായിട്ട്. കുറേ ആളുകൾ ഇപ്പോഴും ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് ഒരു ടോക്സിക് കണക്ഷനാണ്, ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ടുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി.
അതുകൊണ്ടാണ് ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയാത്തത്. എല്ലാത്തിനും ഉത്തരവുണ്ട്, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക്. എല്ലാത്തിൻ്റെ ഉത്തരം അവരുടെ ഉള്ളിലുണ്ട്, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതൊരു ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഒരു കാർമിക് റിലേഷനാണ്. കാർമിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ലൈഫ് ലെസൺ പഠിപ്പിക്കാനാണ് അങ്ങനെയുള്ള വ്യക്തികൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാര്യം കേട്ടോ. അപ്പം വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ്. അവരിപ്പോഴും ആ ഒരു തേർഡ് പാർട്ടിയോട് അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. ഒരു മാനസികമായിട്ട് അകന്ന് നിൽക്കുക. എന്നും കലഹങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, വഴക്കുകൾ, തല്ല്, എന്നും അതൊക്കെയാണ്. ഒരു മനസമാധാനം ഇല്ല. അപ്പോൾ കുറേ പേര് തന്നെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ട് കാണുന്നുണ്ട്, കുറേ വ്യക്തികൾ. പക്ഷെ കുറച്ച് വ്യക്തികൾ മൂവ് ഓൺ ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റും കൂടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു തേർഡ് പാർട്ടിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതിലവർ ഭയക്കുന്നുണ്ട്, തീർച്ചയായും അവരെ പേടിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവരും തമ്മിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ബന്ധത്തെക്കുറിച്ച് പുറത്ത് പറയുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അവരെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ വിചാരിച്ച സ്നേഹം കൊണ്ടാണ് തേർഡ് പാർട്ടി അവരോട് ഇതൊക്കെ കാണിച്ചതെന്ന്. പക്ഷേ പിന്നീടല്ലേ മനസ്സിലായത് അവരുടെ സ്വത്ത് കണ്ടിട്ടാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാവാം. പക്ഷെ നിങ്ങളുടെ ബന്ധം വളരെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ബന്ധത്തിലാണ് ഇവരിങ്ങനെ വരികയും ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ബലിയാടാക്കി, നിങ്ങളെ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റ് ആക്കി, നിങ്ങളിൽ നിന്ന് അകറ്റി, പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് അകറ്റി നിങ്ങളുടെ വ്യക്തിയെ. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരികെ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഹീലിംഗ്, പാസ്റ്റ് ലൈഫ്, ഷിസോഫ്രീനിയ, എക്സ്പീരിയൻസിങ്, ഗോ വിത്ത് ദ ഫ്ലോ. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. പക്ഷെ പെട്ടെന്ന് വരാനുള്ള എനർജി കാണുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും കുറേ പേർക്ക് നിങ്ങളുടെ ചില വ്യക്തികൾക്ക് വളരെ പെട്ടെന്നായിട്ടൊരു മാറ്റം വരുന്നുണ്ട്. പക്ഷേ മജോറിറ്റി ഓഫ് ആളുകൾക്ക് ഇവർക്കൊരു കുറ്റബോധമാണ്. കാര്യം ഇത് നിങ്ങളോട് വളരെയധികം തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. കാര്യം അവരുടെ ലൈഫിൽ ഒരു ശുദ്ധീകരണം, ഒരു ക്ലെൻസിങ് നടക്കണം അവരുടെ മനസ്സിൽ. കാര്യം ഇപ്പോഴവർ ആ ഒരു ബന്ധത്തിൽ നേരത്തെ ടൺ ഹൗസോട് വന്നിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്, ഇനി അവർ ആ ഒരു ബന്ധം കൊണ്ട് അനുഭവിക്കാവുന്നതൊന്നും ഇല്ല. അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അവർ ആ ബന്ധത്തിൽ നിന്ന് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു റിജക്ഷൻ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ആ ഒരു ബന്ധം ആകെ തകർത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം, തകർത്ത് കളഞ്ഞവരെ. കണ്ട് ഇവിടെയും പാസ്റ്റ് ലൈഫ് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന തീർച്ചയായിട്ടും ഇതൊരു കാർമിക് സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു കാർമിക്കായിട്ടുള്ള ആ സൈക്കിൾ എൻഡ് ആവണം. കാര്യം ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്താണ്, കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ്. കണ്ട രണ്ട് വ്യക്തി, ഒന്ന് നിങ്ങളും ഒന്ന് തേർഡ് പാർട്ടിയാണ്. കണ്ട ഇവിടെ ആ വ്യക്തിയെ കാണാം. ഇവിടെ ഈ ഒരു വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ പേഴ്സണാണ് ഈ ഒരു കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പം രണ്ട് വെള്ളത്തിൽ ഒരേ സമയം കാല് വെച്ചിരിക്കുക. അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുകൊണ്ട്, പക്ഷേ ഇവരിന്ന് ഇറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട്. ഈ ഒരു അതായത് മൂടപ്പെട്ട് കിടക്കുകയാണ് അവരുടെ ചിന്തകൾ മൊത്തം. അപ്പോൾ അവർക്കതിന് സമയം വേണം. പക്ഷെ അങ്ങനെ അവർക്കിപ്പോൾ ഒരു പാഷനേ ഇല്ല, അവർക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല. പിന്നെയാണ് ലൈഫിനെ പറ്റി കണ്ട ഗിൽറ്റ്, അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങളോട് ചെയ്തത് ഓർത്ത് അവർക്ക് കുറ്റബോധം കൊണ്ട് നീറുന്നൊരു മനസ്സാണ് തീർച്ചയായിട്ടും. ഗിൽറ്റ് കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. ഒരു കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു റീബർത്ത് കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പുനർജന്മം അല്ലെങ്കിൽ പുനരുജ്ജീവനം നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ വളരെ പെട്ടെന്ന് വരുന്ന എനർജി ആണെങ്കിൽ പോലും മജോറിറ്റി ഓഫ് ആളുകൾക്ക് അവരിലൊരു നല്ല മാറ്റമാണ് വരുന്നത്. തീർച്ചയായിട്ടും അവരിൽ ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട് അവരുടെ ചിന്തകൾക്കൊക്കെ. അതായത് ഈ ഒരു എക്സ്പീരിയൻസിങ് കാർഡ് വന്നിട്ടുണ്ട്. അവർ ഈ ഒരു ചുരുങ്ങിയ നാൾ കൊണ്ട് അവർ ഒരുപാട് പഠിച്ചു. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാനായിട്ട് അവർ പഠിച്ചു.
ആ ഒരു വ്യക്തിക്ക് ഇപ്പം എങ്ങനെ നിങ്ങളിലേക്ക് വരും? നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് മറ്റൊരു വ്യക്തിയുടെ കൂടെ പോയ ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. അപ്പം നിങ്ങളിലേക്ക് എങ്ങനെ വരും? പക്ഷെ കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴവരെന്താണ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇപ്പോഴവരെങ്ങനെയെങ്കിലും അവർക്ക് ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടന്നാൽ മതി. ഇനി അവർക്ക് ലൈഫിനെ പറ്റി ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഇത് വളരെ കാലമായിട്ട് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകന്നു കഴിയുന്നൊരു സിറ്റുവേഷനാണ്. അവരിലൊരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിന് സമയമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തിരിച്ചറിവ് വന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ഹീലിംഗ് കാർഡാണ് ഫസ്റ്റ് വന്നത് തന്നെ. അവരിലൊരു ഹീലിംഗ് പ്രോസസ്സ്, അവരുടെ മനസ്സിൽ ഒരുപാട് മുറിവുകളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ പുറമേ വരുന്ന മുറിവുകൾ പോലെ മാനസിക മുറിവുകളും ഉണ്ടാവും. ഈ ഒരു മാനസിക മുറിവുകളൊക്കെ ഹീല് ചെയ്യേണ്ട ഒരു സമയമാണ്. ഹീല് ചെയ്യുന്ന ഒരു സമയത്തെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കണം. അതുപോലെ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം പല കാര്യങ്ങളും അനുഭവിച്ചാണ് തീർച്ചയായിട്ടും കാർമിക് സിറ്റുവേഷൻസ് എൻഡ് ആവുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധവും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു റിലേഷൻ, നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻ ഒരു കാർമിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് വിഷമതകൾ ആ ഒരു ബന്ധത്തിൽ, അങ്ങനെയുള്ള ബന്ധങ്ങളിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാക്സിമം അവർ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവർക്കൊരു എക്സ്പ്ലോഷനാണ് അവിടെ വന്നത്. ഒരു പൂർണ്ണമായൊരു തകർത്ത് കളഞ്ഞവരെ അത് തീർച്ചയായിട്ടും. അത് ഇമോഷണലി, അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യലി ആവാം, മെൻ്റലി ആകാം, ഇമോഷണലി ആകാം, സൈക്കോളജിക്കലി ആകാം, മൊത്തത്തിൽ തകർച്ചയാണ് അവർക്കുണ്ടായത്. അപ്പോൾ ഇനി അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അതിനൊരു സാധ്യത കാണുന്നില്ല. എന്നിരുന്നാലും ഒരു 3 monthsന് ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. കാര്യം അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാനസിക വേദനകളിലൂടെയാണ്. നിങ്ങളിലേക്ക് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. പക്ഷേ ഇനി അങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഇനി അവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥിരമായിട്ട്, അതായത് പല കാര്യങ്ങളും മനസ്സിലാക്കി, പണ്ട് നിങ്ങളെ ഒട്ടും ഇവർ വില തരാത്തൊരു വ്യക്തിയായിരുന്നായിരിക്കാം. പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവത്തിൽ വിധി എഴുതുന്നൊരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ലവറാണെങ്കിലും, നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും, നിങ്ങളുടെ വൈഫാണെങ്കിലും, ആരാണെങ്കിലും നിങ്ങൾക്കൊരു ഒരു പരിഗണനയും തരാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരതിൽ നിന്നൊക്കെ മാറും. ഇപ്പോഴവർ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊരു തിരിച്ചറിവ് വരണം തീർച്ചയായും. ഇപ്പോൾ അവരുടെ ലൈഫ് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ബേസ്റ്റായി, ഇമോഷണലി ഡ്രെയിൻഡായി മൊത്തത്തിൽ. കണ്ടോ, ഈ ഒരു ഗിൽറ്റി ആയിട്ടതാണ് പറയുന്നത്. മൊത്തത്തിൽ ഇമോഷണൽ ഡ്രെയിൻഡായ ഒരു സിറ്റുവേഷനാണ്. എനർജി മൊത്തം പോയി ആ ഒരു വ്യക്തിക്ക്. പിന്നെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാനായിട്ട് സാധിക്കുന്നത്? പക്ഷെ നിങ്ങളിലേക്ക് വരും, പക്ഷേ അതൊരു സ്ലോ മൂവിങ് ആയിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ ചേഞ്ചസ് വരുമെന്നാണ് കാർഡ് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 3 months എങ്കിലും വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജും കൂടെ എടുക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി? നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. യെസ്, ഒരു അബണ്ടൻസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നു. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു 2 to 3 monthsനുള്ളിൽ തീർച്ചയായിട്ടും ഇതിനൊരു 2 മുതൽ 3 മാസത്തിനുള്ളിൽ റീയൂണിയൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു എനർജിയാണ് കേട്ടോ, ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പം എൻ്റെ റീഡിങ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ കാർഡുകൾ നേരത്തെ ഷഫിൾ ചെയ്ത് വെക്കാറില്ല. ഇപ്പം തന്നെ ഷഫിൾ ചെയ്തെടുത്ത് നോക്കിയതാണ്. ഞാൻ നേരത്തെ അങ്ങനെ ഷഫിൾ ചെയ്ത് എനിക്ക് റീച്ച് കൂട്ടാനായിട്ട് അങ്ങനെ പറ്റും. പക്ഷേ അതിനെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വ്യൂസ് മതി. അത് എത്രയായാലും എനിക്ക് കുഴപ്പമില്ല. കാര്യം കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അത് ജെന്യൂനായിട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ചില കമൻറ്റുകളൊക്കെ അങ്ങനെ വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരിക്കുക. അതുപോലെ എൻ്റെ റീഡിങ്ങൊക്കെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവിടെ ഒരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.
ഞാൻ പേഴ്സണൽ റീഡിങ് ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിങ് എടുത്തു കൊടുക്കുന്നതാണ്. അതെൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോടൊപ്പം കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ആർക്കെങ്കിലും ബ്രേസ്ലെറ്റുകൾ, ഇപ്പോൾ ലവ് അതായതുള്ള ബ്രേക്കപ്പിലൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക്, തേർഡ് പാർട്ടി മൂലം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക്, അവർക്കൊക്കെയുള്ള ബ്രേസ്ലെറ്റുകൾ ഞാൻ ജപിച്ചു കൊടുക്കുന്നതായിരിക്കും. അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, അതുപോലെ ജനന തീയതി, ജനന സമയം, നക്ഷത്രം, ജനന സ്ഥലം, ഇത്രയും കാര്യങ്ങൾ അയച്ച് എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രേസ്ലെറ്റുകൾ, ഹീലിംഗ് ബ്രേസ്ലെറ്റുകൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടി നന്ദി. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം എന്നൊരു പ്രതീക്ഷയോടെ നിർത്തുന്നു.